തുറന്നു മീറ്റിംഗിലുള്ള ഈശ്വരചാരിക്കണം പ്രാർത്ഥിക്കണം ഈശ്വരചാരിക്കണം തന്നെ. അതിന്റെ രണ്ടാം വാക്യം ഒന്ന് വായിക്കാം. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായി കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ 7 കാര്യങ്ങൾ ഘടകങ്ങളായി നമുക്ക് വേർതിരിച്ചാൽ, ഒന്നാമത്തത് യഹോവ എന്റെ ശൈലമാകുന്നു. യഹോവ ശൈലമായി ഇരിക്കുന്ന അല്ലെങ്കിൽ ദൈവം തുണയായിരിക്കുന്ന, ദൈവത്തിൽ വസിക്കുന്ന മനുഷ്യൻ എന്തുവാ? ഭാഗ്യവാനാ. അടുത്തതെന്താ? എന്റെ കോട്ടയും പിന്നെ നമ്മുടെ രക്ഷകനും. അടുത്തത് എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയുമാകുന്നു. സ്വത്രം. ഒന്ന് നമ്മുടെ ശൈലമാണ്, രണ്ടെന്താ നമ്മുടെ കോട്ടയാണ്, 3 എന്റെ രക്ഷകനാണ്. ദൈവം നമ്മുടെ രക്ഷകനാണ്. അടുത്ത് നമ്മൾ വായിക്കുന്നത് എന്റെ പാറ, ഉറപ്പുള്ള പാറ. ആരാ? ക്രിസ്തു. നമ്മുടെ ഏത് പ്രതിസന്ധിയും പ്രശ്നത്തിൽ മധ്യേ മുട്ടുമടക്കി ആ പാറയെ, ആ രക്ഷകന്റെ മുഖത്ത് നമ്മൾ നോക്കിയാൽ ഏത് വിഷയമാണോ അതിലെല്ലാം എന്തുവാ? വിടുതല. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന ആ സ്നേഹത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മുടെ കാലിടറാതെ, നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാതെ, നമ്മുടെ ശരീരത്തെ അവയവങ്ങളെ സൂക്ഷിച്ച, കഴിഞ്ഞ ആഴ്ച മുതൽ ഈ സമയം വരെ അത്ഭുതകരമായി നടത്തിയ ആ സ്നേഹത്തെ ഓർത്താൽ നമുക്ക് ആ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പുമാകും. അതിൻ്റെ അടുത്ത് 7ാമത്തത് എന്റെ ഗോപുരം ഉറപ്പുള്ളതാണ്. ഉറപ്പുള്ള ഒരു രക്ഷയാണ്. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹൃദയം കൊണ്ട് നമ്മൾ എത്രത്തോളം അത് ഗ്രഹിക്കാൻ കഴിയും? ആ നടത്തിപ്പെ ഓർത്താൽ, ആ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ, ആ പരിചയം ഓർത്താൽ, എന്തെല്ലാം പ്രതിസന്ധിയും പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ആ പരിചയം നമ്മളെ കാത്തു തോർമ്മയുണ്ടോ? നമ്മളെ നേരെ വന്ന വാക്കുകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ശത്രുവിന്റെ പോരാട്ടങ്ങൾ, ഇവയെല്ലാം നമ്മുടെ നേരെ പാഞ്ഞു വന്നപ്പോൾ ആ പരിച, ആ ഷീൽഡ് നമ്മെ പരിപാലിച്ച ആ സ്നേഹത്തെ ഓർക്കാറുണ്ടോ? നമ്മൾ നന്ദിയുള്ളവരായി, ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുന്നവരായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ 1-ാം വാക്യം, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നെ നടത്തിയ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ വീണ്ടെടുത്ത എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. താഴോട്ട് നമ്മൾ വായിക്കും വീണ്ടും ശൈലവും കോട്ടയും, പിന്നെ എന്റെ രക്ഷകൻ, എന്റെ പാറ, പിന്നെന്തുവാ? എന്റെ പരിച, പിന്നെ എന്റെ രക്ഷയായ കൊമ്പ്. അടുത്തത് എന്റെ ഗോപുരവുമാണ്. ഞാൻ നീട്ടുന്നില്ല, നമ്മുടെ മധ്യേ പ്രിയ ദേവദാസൻ മൽക്കണം വന്നിട്ടുണ്ടല്ലോ. ഈ വചനത്തിന് മുമ്പ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ രക്ഷയും എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷയും എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയും കൊമ്പുമാകുന്ന, എന്റെ ഗോപുരമാകുന്ന ആ ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഈ രാത്രി ദൈവം സഹായിച്ചുകൊണ്ട് നാം നിങ്ങൾ സ്തുതിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ വൻ പ്രവൃത്തികളെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് സാക്ഷ്യം പറയാതിന് ശേഷം പ്രഭാതദാസം വന്നിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിക്കും. നാളെ നമുക്ക് മീറ്റിംഗ് ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒരു പരിപാടിയില്ല. നമ്മൾ ഒരുമിച്ച് പോയി ആഹാരം കഴിക്കുന്നു, സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുന്നു. നാളെ നമുക്ക് വിശ്വഭാഷണം അല്ല ബസ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക്